അമ്മനുകുട്ടി എങ്ങനെയുണ്ട് ദാസേട്ടന്? ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ എന്നെ അറിയിക്കാതിരുന്നത്? കാലത്ത് മാലതി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിയിക്കാനും മാത്രമുള്ള കാര്യമൊന്നുമില്ല. ലോഡ്ജ് കിടക്കുന്നതിന് പകരം ഇവിടെ കിടക്കുന്നു, അത്ര തന്നെ. എവിടെ ആയാലും വാടക കൊടുക്കണം. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. സ്ഥലം മാറിക്കട്ടാ. രാവിലെ ഡോക്ടർ വന്നോ? വന്നു. ഒന്നുമില്ലെന്നേ, ഭക്ഷണം ശരിയാഞ്ഞിട്ടാ. വേണം ഇന്ന് തന്നെ പോവാം. ഞാൻ ഇന്ന് ലീവ് എടുത്ത് നിൽക്കാം. ഒരു കുഴപ്പമില്ലെന്നേ. അമ്മയോട് വന്നേ, മാഷ് ഉറങ്ങിക്കോട്ടെ. അമ്മയോട്ടെ വിളിക്കണ്ട, വാ. എന്നാ ഞാനിനി വരാം. എന്തിനാ വെറുതെ ഓട്ടോയ്ക്ക് കാശ് കളയുന്നത്? ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറയാം. ആട്ടെ. ഓട്ടോ ഓട്ടോ. എന്നാലും വൈകണ്ട, ഞാൻ വൈകുന്നേരം ഫോൺ ചെയ്യാം. ഓക്കെ. മാഷേ, എണീക്കു മാഷേ, നേരെ ഉച്ചയായി. ഇന്നലെ രാത്രി മുഴുവൻ കൂർക്കം വലിച്ച് തുടങ്ങിയതല്ലേ? എന്ത് ഉറക്കാ ഇത്? അമ്മിണി വന്നിരുന്നു. കുറച്ചു നേരം നിൽക്കാൻ ഞാൻ പറഞ്ഞതാ. സമയമില്ലാത്രേ. എം ഡിയുടെ കൂടെ ഒരു ടൂറിന് പോകണമെന്ന്. നമുക്കറിയാത്തതല്ലല്ലോ ഈ ടൂറും പരിപാടിയൊക്കെ. ബന്ധങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല മാഷേ. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സന്ദർഭത്തില് 1-2 ദിവസം ലീവ് എടുത്ത് ആ കുട്ടിക്കൂടെ നിന്നാലെന്താ? ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാ. അച്ഛനും അമ്മയും പിരിഞ്ഞുള്ള ജീവിതമല്ലേ. സെന്റിമെന്റ്സിനൊന്നും ആ കുട്ടി ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. നഗരജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. മാലതിക്കുന്ന നൈറ്റ് ഡ്യൂട്ടി ആണല്ലേ?